നമസ്കാരം കേട്ടോ. ബ്രിസ്ബേണിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ ആരാ ഉള്ളത്? എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മലയാളികൾ ബ്രിസ്ബേണിലേക്ക് വന്നിട്ടുണ്ട്, വീട് മേടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് എൻക്വയറിയും പറയാറുണ്ട്. അപ്പം ഈ വീടുകൾ പണിയുമ്പോഴും വീടുകൾ മേടിക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ മുമ്പ് പല വീഡിയോ വഴികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വീടുകളുടെ ഡിസൈന് മുന്നേ 1-2 വീടുകളിലൊക്കെ ഹോം ടൂർ ഞാൻ ചെയ്തിരുന്നു. അതിൽ നിന്ന് കുറേയധികം പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. സന്തോഷം. അപ്പം ഇന്ന് ഞാനൊരു വീട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീടാണിത്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ബ്രിസ്ബേണിൽ നിന്ന് 3/4 മണിക്കൂർ മാത്രം മാറിയുള്ള സ്പ്രിംഗ് മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്പ്രിംഗ്ഫീൽഡിനടുത്ത് സ്പ്രിംഗ് മൗണ്ടനിലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് പണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് നമുക്ക് ഈ വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൽക്കം ടു OC മലയാളി വ്ളോഗ്സ്. ഞാൻ മേബിൾ. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു 350 മീറ്റർ സ്ക്വയറുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം ഇതുണ്ടല്ലോ, ഇപ്പോഴും ഇവിടെ വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഏരിയയിലൊക്കെ വീടുകൾ മുഴുവൻ പണി തീർന്നിട്ടില്ല, ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഇതൊക്കെ പുല്ലുകളൊക്കെ വളർന്നു പിടിച്ച് വരുന്നു. നല്ല രീതിയിൽ മഴ കിട്ടി, അതുകൊണ്ട് പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് എൻട്രൻസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെന്ന് പറയുന്നൊരു L ഷേപ്പിലുള്ള വിൻഡോ ആണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് പ്ലാന്റേഷൻ ഷട്ടറുകൾ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് ആ ഫേഷ്യയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഫേഷ്യയൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഫ്രണ്ട് ഭാഗം ഡോറ് വന്നിട്ട് നടുക്ക് ഈ എന്താ പറയുക, മിസ്റ്റി പോലെയുള്ള ഗ്ലാസ് ഇട്ടിട്ട് തടിയുടെ ഡോറാണ്. രസമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 1 മീറ്റർ കൂടുതൽ ഉണ്ടെന്ന് തോന്നി ഈ ഡോറ് കണ്ടിട്ട്. സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റോൾഡാണ്. നമുക്കിവിടെ ബെല്ലടിച്ചാൽ ഈ ക്യാമറയ്ക്ക് അത്ര അവർക്ക് കാണാൻ പറ്റും. ഒരു മൊബൈലും അല്ലായിട്ട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ടൈലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇതാണ് കയറുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ. ഇത് അത്യാവശ്യം പൊക്കിയാണ് പണിതിരിക്കുന്നത്. ഉദ്ദേശം ഒരു 7 മീറ്റർ ഹൈറ്റാണ്. ഇവിടെ സാധാരണ വീടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.4 മീറ്ററാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റോട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കയറി വരുന്നിടത്ത് ഇതാണ് കയറി വന്ന വഴി. ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് റൂമാണ്. സോറി, ഇതൊരു ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് കുറച്ച്. ഇത് ലോഞ്ച് എന്ന് പറയാം. പ്ലാന്റേഷൻ ഷട്ടർ ഇതുണ്ടോ, ഈസിയാണ്. പ്ലാന്റേഷൻ ഷട്ടറുകളാണ് ഇട്ടിരിക്കുന്നത്. എയർ കണ്ടീഷൻ, ഡക്റ്റഡ് എയർ കണ്ടീഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് AC, ഫാന്, ഡൗൺ ലൈറ്റ്സ്. ഇപ്പം ഇന്ന് ഈ ഇതിന് അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്റ്റഡി പോലെയുള്ളൊരു ഏരിയ ഉണ്ട്. നല്ല ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ്, ഒരു വീടാണിത്. ഇവിടെ കബോർഡുകളും മേളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയൊരു ഫാനുണ്ട്, 2 ലൈറ്റുണ്ട്. പിന്നെ ഇതിൻ്റെ കോർണറൊക്കെ ഉണ്ട്. സാധാരണ വീടുകളിൽ കാണില്ല, കോർണറിൽ ആ ഒരു വർക്ക് ചെയ്തേക്കുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. നമുക്കിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതിന് നേരെ വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഹാൾവേ ആണ്. സാധാരണ ഹാൾവേക്ക് ഇത്രയും വീതി ഉണ്ടാവാറില്ല. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഹാൾവേ ആണ്. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബെഡ്റൂമിലെല്ലാം ഹൈബ്രിഡാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റുള്ള ഒരു ഡോറാണിത്. സാധാരണ ഡോറിനെക്കഴിഞ്ഞ് ഹൈറ്റ് കൂടുതലുണ്ട്. ഇത് വീടിന് പൊക്കവും കൂടുതലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ അകത്ത് ആദ്യമേ കാണുന്ന നമുക്കൊരു വോക്ക് ഇൻ റോബാണ്. അതായത് തുണിയൊക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് തുണി മാറാം, തുണി വെക്കാനുള്ള സൗകര്യമാണ് മൊത്തം. അതുപോലെ പ്ലാന്റേഷൻ ഷട്ടർ ഇട്ടേക്കുന്ന വിൻഡോസാണ്. വലിയ വിൻഡോസാണ്, ഇഷ്ടംപോലെ വെട്ടം കിട്ടും. പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ബെഡ് ഇട്ടാൽ ബെഡിൻ്റെ 2 സൈഡിലുണ്ടോ ലൈറ്റ്, ചെറിയ 2 ലൈറ്റ്. നല്ലൊരു കൺസെപ്റ്റാണത്. ഇവിടെ മാത്രം 2 ചെറിയ അരണ്ട വെളിച്ചം വെക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സൗകര്യമാണ് ഇത് നിൽക്കുന്നത്. പിന്നെ ഇത് ഇങ്ങോട്ട് കയറിയാൽ ബാത്റൂമാണ്. ബാത്റൂം എല്ലാം നല്ല സൂപ്പറായിട്ട് ടൈലിട്ട്, ലൈറ്റ് ഇടാവേ. ലൈറ്റ് എവിടെയാണ്? ഹായ്. ടൈലിട്ട് നല്ല സൂപ്പർ ടൈലായിട്ടിരിക്കുന്നത് കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, വെട്ടം ഇഷ്ടംപോലെ കിട്ടും. അതുപോലെ 2 വാഷ് ബേസിന് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. താഴെ ലെഫ്റ്റ് സൈഡിൽ ഷവറുണ്ട്. ഷവർ ഹാൻഡ് ഷവറും ഉണ്ട്, സീലിംഗ് ഷവറും ഉണ്ട്. അങ്ങനെ 2 ഷവറുണ്ട്. അടിപൊളിയാണ് കണ്ടോ.
നമുക്ക് അടുത്ത റൂമിലേക്ക് പോകും. ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഒത്തിരി സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ബോറടിപ്പിക്കാതെ ഞാൻ മാക്സിമം നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് വലത്തോട്ട് ഗരേജാണ്, ഇടത്തോട്ട് വീണ്ടും ഒരു സ്റ്റഡി ഏരിയ ഉണ്ടോ. ഈ സ്റ്റഡി ഏരിയയിലാണെങ്കിലും കബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ സൗകര്യമുള്ളൊരു വീടാണ്. എനിക്ക് ഈ ലൈറ്റും ഇതിൻ്റെ വീട് സെറ്റപ്പ്, ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര അടിപൊളി ഡിസൈനാണ് കേട്ടോ. ഈ വീടിൻ്റെ മുക്കും മൂലയും പുള്ളി, ഇതിൻ്റെ ഓണർ എൻ്റെ സുഹൃത്താണ്, പുള്ളി പേര് പറയുന്നില്ല. പുള്ളിക്കാരൻ ഒത്തിരി ആലോചിച്ച് കണ്ട് ചെയ്തേക്കുന്ന ഒരു വീടാണ്. കണ്ടോ, ഗാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രാൻഡ് ന്യൂ കേട്ടോ. ഇവർ ആരും ഇതിനകത്ത് താമസിച്ചിട്ടില്ല, താമസിക്കാൻ പോകുന്നുള്ളൂ. ബ്രാൻഡ് ന്യൂ എപ്പോക്സി ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട്. ഇത് റോൾ ഷട്ടേഴ്സാണ്, റിമോട്ട് കൺട്രോളുണ്ട്. എൻ്റെ റിമോട്ട് ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഇത് റിമോട്ടാണ്, ലൈറ്റ്. പിന്നെ നമുക്ക് ഈ ഗാരേജ് ഇതുവഴി ഈ ഷട്ടറിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പുറകിലോട്ട് ഇറങ്ങാണ്ടൊരു വഴിയുണ്ട്, ഒരു ഡോറും ഉണ്ട്. ഇതാണ് പുറകു ഭാഗം കണ്ടോ. നമുക്കിനി അകത്തോട്ട് പോകാം. ഗാരേജിൽ നിന്ന് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോകുന്നു. വീണ്ടും വലത്തോട്ട് തിരിയുന്നു. നേരെ പോയാൽ ഈ കാണുന്നത് ഈ ഭിത്തിയിലൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കിച്ചൺ ഏരിയയാണ്. കിച്ചൺ കം ലിവിങ് റൂമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പാൻട്രി കാണാൻ പറ്റും. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് പലചരക്കൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പാൻട്രിയാണ്. നല്ല തട്ടാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. 3 സൈഡിലും തട്ടാക്കി ഉണ്ടോ, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി കിച്ചൻ്റെ ബെഞ്ച് ഭയങ്കര നല്ല അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കിച്ചൺ ബെഞ്ചാണ്. ഇത് 40 mm തിക്നെസ് ഉള്ള കിച്ചൺ ബെഞ്ചാണ്. ഇതിന് ഈ സൈഡ് ഇങ്ങനെ കാണുന്നത് വാട്ടർഫോൾ എന്നാണ് നമ്മൾ പറയുക. വാട്ടർഫോൾ ഇതാണ് കിച്ചൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെയൊക്കെ എന്തെങ്കിലും ചെറിയൊരു പൂച്ചട്ടിയൊക്കെ വെച്ചിട്ട് മേളിലൊരു കുഞ്ഞ് ലൈറ്റും കൊടുക്കുന്നുണ്ട്. അവിടെ അങ്ങ് ലൈറ്റ് ഇട്ടാൽ ഭയങ്കര ഷോ ആയിരിക്കും. ഇതാണ് കിച്ചൺ. കിച്ചണിൽ കണ്ടോ, കബോർഡുകളെല്ലാം മേളിലും താഴെ നിറയെ കബോർഡുകളാണ്. ഗ്യാസ് സ്റ്റവ് ഉണ്ട്. അവിടെ 3 ലൈറ്റുകൾ തൂക്കി കിടക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയല്ലേ, നല്ല രസമാണ്. ഇതാണ് കിച്ചൻ്റെ ഒരു അവസ്ഥ. ഇത് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു കവിറ്റിയാണ്. അപ്ലയൻസസിൻ്റെ ഒക്കെ മാനുവൽസും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് ബിൽഡേഴ്സ്. ഗ്യാസ് സ്റ്റവ് ആണ്. ഇതിൻ്റെ അടിയിൽ എക്സോസ്റ്റ്, ഇവിടെ LED ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചേക്കുന്നതല്ല, അത് അവർ തന്നെ ചെയ്ത് തന്നേക്കുന്നതാണ്. അതുകൊണ്ട് നല്ല സാധനം അടി മുഴുവനും. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ വിൻഡോയുടെ, നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നമുക്കൊരു വിൻഡോ നമുക്ക് പുറത്തെ വ്യൂ കിട്ടും. നല്ല വെട്ടവും കിട്ടും. ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. ഓക്കെ. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടുത്തെ ഇതുണ്ടോ, ഈ കിച്ചൺ സിങ്കിൻ്റെ അടിയിൽ ഈ വേസ്റ്റൊക്കെ പോകുമ്പോൾ അത് വേസ്റ്റ് ചോപ്പ് ചെയ്ത് ക്ലോഗഡപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ സാധനം എന്തെങ്കിലും വേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്തിട്ട് ഒരു കറക്കി കഴിഞ്ഞാൽ ആ സാധനം മുഴുവൻ വേസ്റ്റ് മുഴുവൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ക്ലോഗ് ആയില്ല, അതായത് വെള്ളം ബ്ലോക്ക് ആവത്തില്ല. ഇനി ഇവിടെ ബിന്നൊക്കെ കണ്ട് അറേഞ്ച് വെച്ചിരിക്കുന്നത് നല്ല മറിച്ച് നല്ല അടിപൊളിയായിട്ടാണ് വെച്ചേക്കുന്നത്. ഡിഷ് വാഷർ ഇതാണ് ഇവിടുത്തെ ഇതാണ് പുറകു ഭാഗം. നമുക്ക് ഇവിടെയാണ് നമ്മൾ TVയും കാര്യങ്ങളൊക്കെ വെച്ച് ലിവിങ് റൂമായിട്ട് ഈ റൂമാണ് വെച്ചിരിക്കുന്നത്. വളരെ ആലോചിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഇത് ആലോചിച്ച് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ട് സ്പേസ് ഒന്നും പുള്ളി ചിലവാക്കിയിട്ടില്ല. ഇത് നമ്മുടെ എന്താ പറയുക, എയർ കണ്ടീഷൻ്റെ അല്ല ഡോർ ക്യാമറയാണ്. ക്യാമറ സിസ്റ്റം ഒക്കെയാണ്. ഇൻ്റർകോം, മോണിറ്റർ ഇതെല്ലാമാണ് ഇതിൻ്റെ അതിൻ്റെ കൺട്രോളാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറിയാൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്, മാസ്റ്റർ ബെഡ്റൂം അവിടെയായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മിച്ചമുള്ള 3 ബെഡ്റൂമുകൾ ഇരിക്കുന്നത് അവിടെ നിന്ന് മാറിയാണ്. മാസ്റ്റർ ബെഡ്റൂം മാറിയാണ്. അപ്പം ഇവിടെ വന്നാലും നേരത്തെ കണ്ടിട്ടുണ്ട് കോർണറിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനം വളർന്നിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. അവിടെ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും വല്ല സ്റ്റാച്ചുവോ വല്ല പടമോ വല്ല പൂവൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും. ഇതൊരു ബെഡ്റൂം പല സൈഡിൽ. ഇതിനകത്ത് ഈ കാര്യമായിട്ട് വല്ലതുകൊണ്ട് വെച്ചാൽ ഡക്റ്റഡ് AC എല്ലായിടത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹൈബ്രിഡ് ഫ്ലോറിംഗ് ആണ്. ഇതിൻ്റെ ഒരു സൈഡിൽ വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബും ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ചെറിയ ഡ്രോവർ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തിടാം. അപ്പം ഇത് പ്ലാന്റേഷൻ വിൻഡോ ആണ്, പ്ലാന്റേഷൻ ഷട്ടർ ഇവിടുന്ന് ഇങ്ങനെ മാറിയാൽ ടോയ്ലറ്റ് നേരെ, അത് വിത്ത് എക്സോസ്റ്റോട് കൂടിയ ടോയ്ലറ്റാണ്. ലൈറ്റ് വിത്ത് എക്സോസ്റ്റാണത്. തൊട്ടിപ്പുറത്തായിട്ട് തന്നെ കുളിമുറി ബാത്റൂം. ഈ പറഞ്ഞ പോലെ സീലിംഗ് ഷവറും ഉണ്ട്, നമുക്ക് ഹാൻഡ് ഷവറും ഉണ്ട്. ബോർഡ് മുഴുവനും ടൈലാണ് ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ടൈലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ
പെയിൻ്റ് അടിക്കേണ്ടി വരുമല്ലോ, മോയ്സ്ചറുള്ള പ്രശ്നങ്ങളൊന്നും. ബാത്ടബും ഉണ്ട് ഇവിടെ, വിൻഡോ ഉണ്ട്. ഇവിടെ നമ്മൾ പുറത്തോട്ട് കഴിഞ്ഞാൽ അത് കിച്ചൺ. വീണ്ടും അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ലോണ്ട്രിയാണ്. ലോണ്ട്രി എന്ന് പറയുമ്പം ലോണ്ട്രിക്കകത്ത് വലിയ നീളം കബോർഡുണ്ട്, ചെറിയ സ്മോൾ കബോർഡുകളും ഉണ്ട്. ഹാഫ് കബോർഡിലേക്ക് കാണുന്നത് അവിടെ ഇതുണ്ടോ, ഇവിടെ വെച്ച് വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാം, ഇവിടെ വെച്ച് തുണി തേക്കാം, കഴുകാം, കൈയിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ട സാധനങ്ങൾ അവിടെ ഇവിടെ ഇതിനകത്ത് ചേട്ടാപ്പിനകത്ത് ഇവിടെ. പിന്നെ ഇവിടുന്ന് വാഷ് ചെയ്തിട്ട് എടുത്ത് തുണി പുറത്തിറങ്ങി ഇവിടെ നേരെ പുറത്തോട്ടിറങ്ങി അവിടെ ഭിത്തിയിൽ റെയിലുണ്ട്, റെയിലേൽ ഇടാം. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി വീണ്ടും അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഡക്റ്റഡ് AC, ഫാനുണ്ട്, ഡൗൺ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പ്ലാന്റേഷൻ ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിററിൻ്റെ പുറകിൽ ബാത്റൂമാണ്. കണ്ടോ, ഇവിടുന്ന് പുറത്തോട്ടിറങ്ങിയാൽ അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത്. വാർഡ്രോബ്, പുറകോട്ടുള്ള വിൻഡോയാണിത്, പുറഭാഗത്തേക്കുള്ള വിൻഡോ. അതും പ്ലാന്റേഷൻ ഷട്ടറൊക്കെ ഇട്ടല്ലേ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത്. പുറഭാഗമാണ് നിങ്ങൾ കാണുന്നത്. നമുക്കിനി പുറത്തോട്ടിറങ്ങി പുറത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ ഈ വീടിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അകംഭാഗമൊക്കെ കണ്ടു. അകംഭാഗം കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിൻ്റെ മെഷർമെൻ്റ് ഒന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ഒന്നുമല്ല. നമ്മളിപ്പോൾ ചുമ്മാ ഒരു സാധാരണ മനുഷ്യൻ കാണുന്ന രീതിയിൽ കാര്യങ്ങൾ കാണുക, അത് നിങ്ങളോട് പറഞ്ഞു തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ വീട് പണിയുമ്പോഴൊക്കെ അത് നിങ്ങൾക്ക് ഉപകരിക്കും. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തോട്ട് പോകാം. മുൻഭാഗത്തുനിന്ന് നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. ചെറിയൊരു ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. ഉണ്ടോ, ഇവിടെ ടാപ്പൊക്കെ ചെടി നനയ്ക്കാനൊക്കെ ആയിട്ട് ഇവിടെ എല്ലാ വശത്തും ടാപ്പും നല്ല കൺവീനിയൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ വാട്ടർ വന്നെ, അത് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ സപ്ലൈ നിർത്തി വെക്കണമെങ്കിൽ ഇത് ലോക്ക് ചെയ്താൽ മതി. തടിയുടെ ഫെൻസിങ് ആണ് ചുറ്റും ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ലെറ്റർ ബോക്സ് ഒക്കെ നല്ല അടിപൊളി. ഇതുണ്ട്, നമ്മുടെ സുഹൃത്ത് മോർഗേജ് ചെയ്ത ഒരു വീടാണ് കേട്ടോ. പുള്ളിയുടെ പരസ്യമാണെന്ന് തോന്നുന്നു ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ബോക്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, 2 കളറിൽ. ഇതിന് 350 രൂപ കൊടുത്താൽ ആ സാധനം കിട്ടും. ഇതിൻ്റെ സൈഡ് വ്യൂ ആണിത് കേട്ടോ. ഈ പെബിൾസ് ഇട്ടിട്ട് ഇത് കണ്ടോ, ഒരു ശകലം ഒരു 25 സെൻറ്റിമീറ്ററോളം പെബിൾസ് ഇട്ടിട്ട് ബ്രിക്ക് വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ടാണ് പുല്ലിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് ഭിത്തിയോട് കൂട്ടി ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെർമൈറ്റ്, ചതിൽ പോലുള്ള കേസ് ഇട്ട് പ്രാണികളുടെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിൽക്കും. നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് അകത്തോട്ട് കയറിയെത്തുന്നുണ്ടോ, പുല്ലൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കളയുടെ, നമ്മൾ കണ്ടില്ലേ, അവിടെ നിന്ന് അകത്തോട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ കാണാമെന്നുള്ളൊരു വിൻഡോ ഇല്ല, അതാണിത്. ഇവിടെ നിന്ന് വീണ്ടും പുറത്തോട്ട് ഇറങ്ങുക, നേരെ മുന്നിട്ട് നിന്നാൽ ഇതാണ് പുറകു ഭാഗം. ഇതാണ് ആൽഫ്രസ്കോ ഫ്രണ്ട് ഇട്ടിരിക്കുന്ന സെയിം ഡയൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇതിന് വേറൊരു ഇതുണ്ട്, ഔട്ട്ഡോർ കിച്ചൺ. പുറത്തുള്ള ആൽഫ്രസ്കോയിൽ കിച്ചൺ ഉണ്ട്. ഇവിടെ നമുക്കൊരു ഗ്യാസ് സ്റ്റവ് വേണമെങ്കിൽ പിടിപ്പിക്കാനുള്ള സെറ്റപ്പ് പ്രൊവിഷൻ അവിടെ ഉണ്ട്. അവിടെയും കബോർഡുണ്ട്. നമുക്ക് കുക്കിംഗ്, മീൻ വർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ എല്ലാം സ്റ്റവ് പിടിപ്പിച്ച് നമുക്കിവിടെ ചെയ്യാവുന്നതുള്ളൂ. ഇത്രയുള്ള വീട്. ഈ വീടിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ് എന്ന് പറയുന്നത് ഉദ്ദേശം ഒരു 300 ലാൻഡ്. പുറഭാഗം ഇതാണ് ഏറ്റവും പുറകെ. ഇതുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുണി അലക്കിയിട്ട് പിരിക്കാനുള്ള സംവിധാനം. ഇതാണ് ഇത് സെൻട്രലൈസ്ഡ് AC-യുടെ യൂണിറ്റ്. ഇതിനൊന്ന് ഇതുണ്ടോ, കാരണം നമ്മൾ കണ്ട ലോണ്ടറി ഇതാണ്. അപ്പം ഇതാണ് ഗാരേജിൽ നിന്ന് പുറകോട്ട് വരുന്ന ഡോറ്. സൈഡ് എൻട്രൻസ് അങ്ങേറ്റത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് കഷ്ടി നടന്നു വരാം അതിൻ്റെ അകത്തൂടെ, അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ആരും വരത്തില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. പുറത്തെ ബിൽഡിംഗ് പരമായിട്ടുള്ള ഈ ലാൻഡ് 385 മീറ്റർ സ്ക്വയർ ആണ്, വീട് 230. അതാണ് ഈ വീടിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വീട് ഇപ്പം പണിയണേ ഈ കാശിനൊന്നും തീരെയല്ല. ഇപ്പം പണിയണേ കുറച്ച് കൂടുതൽ കാശാവും കേട്ടോ. ലാൻഡ് 2 വർഷം മുമ്പേ സ്പ്രിംഗ് മൗണ്ടിന് മേടിച്ചിട്ടിരുന്നതാണ്. അപ്പം ലാൻഡ് പണിതതും വീടും എല്ലാം കൂടി വീട് പണിതതിന് ഒരു 4 ലക്ഷത്തി ജസ്റ്റ് മേളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് ഒരു $3 ലക്ഷത്തോളം ലാൻഡിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് തുറന്നറിയട്ടെ. എല്ലാം കൂടെ ഈ വീട് തീർന്നപ്പോഴത്തേനും ഒരു മറ്റ് കാര്യങ്ങളും അൽത്തുപോലത്തെല്ലാം കൂടെ കൂട്ടിയൊരു $8 ലക്ഷം അടുത്ത് വീടിന് ചിലവായിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ വീട്.
അപ്പം ഒരാൾ ഇപ്പം ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ വീട് കൊടുത്താൽ 1 മില്യൺ ഈസി ആയിട്ട് കിട്ടും. 200,000 ലാഭം ഇപ്പോൾ കിട്ടും. ജസ്റ്റ് പണി തീർന്നുള്ളൂ. അപ്പോൾ അതുപോലെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ഈ വീട് റെൻറ്റിന് പോകുന്നൊരു വീടാണിപ്പം. അവർ താമസിക്കുന്ന വീടല്ല തൽക്കാലം. വേറെ പ്രത്യേകിച്ച് എന്താണ് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർക്കുന്നില്ല. കാരണം നമ്മൾ പെട്ടെന്ന് കയറി വീഡിയോ എടുത്ത് പോകാനായിട്ട് വന്നെന്നുള്ളൂ. അപ്പം നമ്മളത് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപോകും. സാരമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഐ എം മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്പ്. ഇതാണ് ഒരു വീട്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.